GHF എന്ന ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ ബസിന് നേരെയാണ് ഹമാസ് ആക്രമണം അഴിച്ചുവിട്ടത്. ബുധനാഴ്ച രാത്രി 10 മണിയോടെ ഖാൻ യൂണിസിലേക്കുള്ള യാത്രയിലാണ് സംഘത്തിന് നേരെ ഹമാസ് ആക്രമണമുണ്ടായത്. GHFന്റെ പ്രസ്താവന പറയുന്നത്, വാഹനത്തിൽ US GHFന്റെയും ഗാസയിലെ പാലസ്തീൻ മാനുഷിക സഹായ പ്രവർത്തകരും ചേർന്ന 21ലധികം യാത്രക്കാരുണ്ടായിരുന്നു. ഇവർ ഖാൻ യൂണിസിൽ സ്ഥിതി ചെയ്യുന്ന മാനുഷിക സഹായ വിതരണ കേന്ദ്രത്തിൽ സഹായം എത്തിക്കുവാനുള്ള യാത്രയിലായിരുന്നു. ഹമാസ് ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഏതാനും ചില മാനുഷിക സഹായ പ്രവർത്തകരെ ഹമാസ് തട്ടിക്കൊണ്ടുപോയതായും റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ GHFന് നേരെ നിരവധി തവണ ഹമാസ് ഭീഷണിയുണ്ടായിരുന്നതായും ഇസ്രായേലുമായി സഹകരിക്കുന്നവർക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഹമാസ് ഭീഷണി മുഴക്കിയതായും പറയുന്നു. ഹമാസ് നിങ്ങളുടെ നീക്കങ്ങളെല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നതായും മാനുഷിക സഹായത്തിന്റെ പേരിൽ ഗാസയിലെ ജനങ്ങളുടെ മാന്യതയെ അപമാനിക്കുന്ന പദ്ധതികളിൽ പങ്കുചേരുന്നവരോട് ഹമാസ് ക്ഷമിക്കില്ലെന്നും ഇത് അവസാന മുന്നറിയിപ്പാണെന്നും ഹമാസ് GHFനോട് ഭീഷണി മുഴക്കിയിരുന്നു. ഈ ഭീഷണി വകവയ്ക്കാതെയാണ് ഗാസയിലെ സാധാരണക്കാർക്ക് മാനുഷിക സഹായം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ അവരുടെ സന്നദ്ധ പ്രവർത്തനങ്ങൾ തുടർന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അതേസമയം GHF ജനങ്ങളോടൊപ്പം നിലകൊള്ളുന്നുവെന്നും ഇത്തരം ഭീഷണികളിൽപ്പെട്ട് ഒതുങ്ങാൻ തങ്ങളുടെ ടീം തയ്യാറല്ലെന്നും ഗാസയിലെ സാധാരണക്കാർക്ക് സഹായം എത്തിക്കുന്നത് തുടരുമെന്നും GHFന്റെ ഭാഗത്തുനിന്നും റവറന്റ് ജോണി മൂർ പ്രസ്താവനയിൽ വ്യക്തമാക്കി.